ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ദൈവം തന്നെ അനുസരിക്കാത്ത ജനതയോട് പറയുന്ന ഒരു വാചകം നമ്മൾ ധ്യാന വിഷയമാക്കുന്ന നല്ലതാണ്. 43-ാം തിരുവചനം, സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം. അമലേക്യരും കനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും, നിങ്ങൾ അവരുടെ വാളിനിരയാകും. കർത്താവിന് പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. വാഗ്ദത്ത ഭൂമിയിലേക്ക് അബ്രാഹത്തിനും സന്തതി പരമ്പരകൾക്കുമായി ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാഗ്ദാനം കൊടുത്ത, അബ്രാഹത്തെ കൊണ്ടുപോയി എത്തിച്ചു കൊടുത്ത ആ നാട്, യാക്കോബിൻ്റെ സന്തതികളിലൂടെ അവർ വിപ്രവാസികളാ 430 വർഷക്കാലം ഈജിപ്തിൽ കിടന്നു. അവിടുന്ന് മോശ എന്ന മഹാപ്രവാചകനിലൂടെ, പിതാവിലൂടെ ദൈവം അവരെ മോചിപ്പിച്ച് ചെങ്കടലിൽ മുറിച്ച് കടത്തി സീനാമലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവവുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കാൻ അവരെ അനുവദിച്ചു. അങ്ങനെ അവരെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാനാൻ ദേശത്ത് എത്തേണ്ട അടുത്തെത്തി. ഉടനെ പോയി സ്വന്തമാക്കാം. പക്ഷേ ആ അവസരത്തിലാണ് ആ ഒറ്റുനോക്കാൻ പോയവരുടെ തെറ്റായ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനം മുഴുവനും ദൈവത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കുമെതിരെ നിലവിളിക്കാൻ തുടങ്ങിയത്. അതിനെക്കുറിച്ച് 14-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. നിലവിളിക്കാനുള്ള കാരണം, അതിനു മുമ്പ് ഒറ്റുനോക്കാൻ പോയ 10 പേരുടെ റിപ്പോർട്ടാണ്. ആ ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് ആ 10 പേര് പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരു അതികായന്മാർ, നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരെ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. ഈ വാക്കുകളാണ് അവരെ ഭയപ്പെടുത്തിയത്. ഇനി എങ്ങോട്ട് പോകും? പുറകിൽ ഇനി പോകാനൊരു വഴിയില്ല. കാരണം ചെങ്കടൽ നിക്കരയാണ്. ചെങ്കടൽ കടന്നാലേ തിരിച്ച് ഈജിപ്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. മുന്നോട്ട് പോകാനുള്ള ഏക വഴിയാണ് ഇപ്പോൾ അടഞ്ഞിരിക്കുന്നത്. കാരണം തങ്ങളെക്കാളും അതികായന്മാരും പ്രബലരുമായ ഒരു വിഭാഗത്തിൻ്റെ അടുത്തേക്ക് ആയുധങ്ങളൊന്നുമില്ലാതെ ഇവർ പോകുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പ് സായുധരായ ഒരു വലിയ സൈന്യത്തിൻ്റെ മുമ്പിൽ കർത്താവ് തൻ്റെ കരബലം പ്രകടമാക്കിയിട്ടുണ്ട്. മോശ എന്ന പാചകയിലൂടെ ദൈവം വലിയ തൻ്റെ ശക്തി പ്രകടമാക്കിയത് ഇസ്രായേൽക്കാർക്ക് അറിയാം. എന്നിട്ട് പോലും അവരുടെ മുമ്പിൽ വഴിയടഞ്ഞു, പുറകിലേക്ക് പോകാനും സാധ്യതയില്ല എന്നുള്ള ചിന്തയിൽ അവർ വല്ലാതെ വേദനിച്ച് വിതുമ്പി കരയുകയാണ്. അവര് ജോഷുവയെയും കാലബിനെയും കല്ലെറിയണമെന്ന് സമൂഹം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. കാരണം 10 പേരുടെ ഭൂരിഭാഗത്തിൻ്റെ കൂടെ അവർ രണ്ടുപേരും കൂടിയില്ല. അതിൻ്റെ പേരിലാണ് പറഞ്ഞത്. അപ്പോഴാണ് കർത്താവിൻ്റെ മഹത്വം ഇസ്രായേലിന് പ്രകടമായത്. കർത്താവ് മോശയോട് അരുളി ചെയ്ത്, ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്ര നാൾ എന്നെ അവർ വിശ്വസിക്കാതിരിക്കും? ഞാനവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമൂലനം ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുത് ശക്തമായൊരു ജനത നിന്നിൽ ഞാൻ പുറപ്പെടുവിക്കും. ഒരു പുതിയ പദ്ധതി. പക്ഷേ മോശ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ച് യാചിച്ച് ആ ശിക്ഷ പിൻവലിക്കണമെന്ന് യാചിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വലിയ ദുരന്തങ്ങൾ ആ നാട്ടിലുണ്ടായി. ഇങ്ങനെ തിന്മ പ്രവർത്തിച്ച് എതിരാളികളായി നിന്നവർക്കൊക്കെ വലിയ ശിക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക്, അവരെല്ലാം നശിച്ചു കഴിഞ്ഞപ്പോഴേക്ക് 40 സംവത്സരങ്ങൾ നിങ്ങൾ മരുഭൂമി കിടന്ന് അലഞ്ഞേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്ക് ഈ പ്രകോപിതരായി ദൈവത്തിനെതിരെ പെറുപിറുത്ത ആ ഇസ്രായേൽ ജനത ഇപ്പോൾ ഒരു അനുതാപത്തിലേക്ക് വന്നതിൻ്റെ അടയാളം കാണിച്ചു. പക്ഷെ സമയം വൈകിപ്പോയി. ദൈവത്തിൻ്റെ തീരുമാനം ജനത്തെ ദൈവം അറിയിച്ചു. ദൈവം ചെയ്തതെന്താ നമ്മൾ കാണുന്നുണ്ട്.
ദേശം ഒറ്റുനോക്കാൻ മോശ അയക്കുകയും മടങ്ങിവൻ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച് മോശയ്ക്കെതിരെ ജനം മുഴുവൻ പെറുപെറുക്കാൻ ഇടയാക്കുകയും ചെയ്തവർ മഹാമാരി ബാധിച്ച് കർത്താവിന് മുമ്പിൽ മരിച്ചു വീണു. ഒറ്റുനോക്കാൻ പോയവർ നൂനിൻ്റെ മകനായ ജോഷുവയും യെഫുന്നയുടെ മകൻ കാലെബും മരിച്ചില്ല. അത് കഴിഞ്ഞിട്ട് 39-ാം വചനത്തിൽ മോശ ഇക്കാര്യം ജനത്തോട് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. അവർ ഏറെ നേരം വിലപിച്ചു. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് അവർ മലമുകളിലേക്ക് പോകാൻ ഒരുങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തു പോയി, എന്നാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ മോശ പറഞ്ഞു, നിങ്ങൾ എന്തിനു കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുന്നു? അതൊരിക്കലും വിജയിക്കുകയില്ല. അതായത് ദൈവം ഇവരോട് പോകാൻ പറഞ്ഞപ്പോൾ പോകാതെ, ഇവരിപ്പോൾ പോകാൻ തീരുമാനം ചെയ്തെങ്കിലും ആ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നില്ല. നമ്മൾ അടുത്തത് വായിക്കണം. ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ മുകളിലേക്ക് കയറരുത്, എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെയില്ല. ആ കൂടെയില്ലെന്ന് മാത്രമല്ല, അതിനുശേഷമുള്ള വാക്കാണ് കൂടുതൽ ധ്യാനിക്കേണ്ടത്. അമലേക്യരും കനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും, നിങ്ങൾ അവരുടെ വാളിനിരയാകും. കർത്താവിന് പുറംതിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. അതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം. അതിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. കർത്താവിന് പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ നമ്മൾ ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 29-ാം അധ്യായത്തിൽ 6-ാം വചനത്തിലെ ഒരു കാര്യം ഒന്ന് വായിക്കണം. 2 ദിനവൃത്താന്തം 29:6. ഹെസക്കിയ രാജാവ് ലേവി പുരോഹിതന്മാരെ വിളിച്ചുകൂട്ടി അവരോട് ദേവാലയ വിശുദ്ധീകരണത്തെക്കുറിച്ചും ദൈവമായ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും പെസഹ ആചരിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള സന്ദേശം നൽകുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. പിതാക്കന്മാരുടെ പാപം എന്തെന്ന് പറഞ്ഞു. അതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിതാക്കന്മാർ അവിടുത്തെ വാസസ്ഥലത്തു നിന്ന് മുഖം തിരിച്ചു, എന്നിട്ട് പറഞ്ഞു അവിടുത്തെ മുൻപിൽ അവർ പുറംതിരിഞ്ഞു. ഏതാണ്ട് സോളമൻ്റെ കാലം മുതലുള്ള ഏതാണ്ട് 2 തലമുറകൾ, 2 നൂറ്റാണ്ടുകളിൽ ഇസ്രായേൽ ജനതയും പിതാക്കന്മാരും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഏറ്റവും സംക്ഷിപ്ത രൂപം ഹെസക്കിയ രാജാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു, കർത്താവിൻ്റെ മുമ്പിൽ അവർ പുറംതിരിഞ്ഞു. They turned their faces away from God and they turned their back towards God. ഇത് രണ്ടും പാപം എന്താണെന്നുള്ള നിർവചനമായിട്ട് ഞാൻ എടുക്കുകയാണ്. അതിനൊന്ന് വ്യാഖ്യാനിച്ചാൽ അത് മനസ്സിലാകും. കർത്താവിൻ്റെ വാസസ്ഥലത്തു നിന്നവർ മുഖം തിരിച്ചു, ഇതാണ് ലഘുപാപം. കർത്താവിൻ്റെ മുമ്പിൽ അവർ പുറം തിരിഞ്ഞു, അതാണ് മാരകപാപം. എല്ലാ ലഘുപാപങ്ങളും പൂർണ്ണമായി ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയല്ല. ദൈവത്തെ കൈപിടിച്ച് ദൈവവുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന വഴിക്ക് തന്നെ ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ അല്ലെങ്കിൽ ചിന്ത കൊണ്ടോ വികാരം കൊണ്ടോ ഭാവന കൊണ്ടോ ആഗ്രഹം കൊണ്ടോ പിശാചൻ നേരെ ഒന്ന് തിരിയുന്നതാണത് ലഘുപാപം. ഒരുപക്ഷെ ശാരീരിക ഭാഷയിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ ദൈവത്തിന് നേരെ നോക്കി നിന്ന് ദൈവത്തെ നോക്കി അഭിഷേകം സ്വീകരിച്ച് ആത്മീയ ജീവിതം നയിക്കുന്നു. സാത്താൻ എൻ്റെ പിന്നിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഉടനെ ഇങ്ങനെ പുറകോട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. അതാണ് എൻ്റെ ലഘുപാപമെങ്കിൽ ഈ ലഘുപാപമാണ് എൻ്റെ മാരകപാപത്തിൻ്റെ ആരംഭം. ഒരു വ്യക്തിയും മാരകപാപത്തിൽ വീഴുന്നത് നേരിട്ടല്ല, ലഘുപാപത്തിൽ തുടങ്ങി മാരകപാപത്തിൽ അവസാനിക്കുന്നതാണ്. സാധാരണഗതിയിൽ കുർബാനയിലൂടെ തന്നെ ലഘുപാപത്തിന് പാപമോചനം കിട്ടുന്നുണ്ട്. അത് കുമ്പസാര കൂദാശയുടെ ഏറ്റു പറയാതെ കുർബാനയിൽ എടുക്കുമ്പോൾ തന്നെ ലഘുപാപങ്ങൾക്കുള്ള മോചനം കിട്ടുന്നുണ്ട്. മാരകപാപങ്ങൾ കുമ്പസാരത്തിൽ വൈദികരുടെ ഏറ്റു പറയണമെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ലഘുപാപങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണ്? അത് സാരമില്ല, അത് കുർബാനയിൽ പങ്കെടുത്തങ്ങ് പോയിക്കൊള്ളും, അത് മനുഷ്യരല്ലേ, ബലഹീനരല്ലേ, അത് നീതിമാന്മാർ പോലും എത്ര തവണയാണ് വീഴുന്നത്, പിന്നെ നമ്മൾ വീഴാതിരിക്കുമോ? അങ്ങനെ തുടങ്ങി 100,000 ന്യായീകരണങ്ങൾ, ലഘുപാപങ്ങൾ നിസ്സാരമായി കരുതാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ലഘുപാപങ്ങളാണ് മാരകപാപത്തിലേക്ക് നയിക്കുന്നത്. എല്ലാ ലഘുപാപങ്ങളും കൂടെ കൂട്ടിവെച്ചിട്ടത് മാരകപാപം ആകുകയല്ല. ഒരു ലഘുപാപം
ഒരാളിൽ സംഭവിച്ചു കഴിയുമ്പോൾ തന്നെ മാരക പാപത്തിൻ്റെ ആദ്യ ശില ഇട്ട് കഴിഞ്ഞു, അടിസ്ഥാന ശില ഇട്ട് കഴിഞ്ഞു. ഇനി അതിൽ കല്ല് പെറുക്കി പെറുക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം ഒന്നും കൂടി വായിക്കാം. ദിനവൃത്താന്തം 2-29 6 തിരുവചനം. നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു. അതിന് പല അർത്ഥത്തിലെടുക്കാം. ചരിത്രപരമായി നോക്കിയാൽ ജെറൂസലേം ദേവാലയം, അവിടെ വസിക്കുന്ന ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം, അവിടെ വാഗ്ദാന പേടകം ജെറൂസലേം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. ആദ്യകാലത്ത് അതിൻ്റെ അകത്ത് 2 കൽപ്പലകകൾ ദൈവം കൊടുത്ത 10 കൽപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വെളിപാട് പുസ്തകം 9 4-5 തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ പിന്നീട് 2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അതിൻ്റെ അകത്ത് വന്നു. അഹറോൻ്റെ തളിർത്ത വടി, അതുപോലെ മരുഭൂമി വെച്ച് കിട്ടിയ മന്ന, 1 ഓമർ മന്ന എടുത്തൊരു പാത്രത്തിൽ സൂക്ഷിക്കാൻ ദൈവം പറഞ്ഞു. അത് വാഗ്ദാന പേടത്തിൽ മുമ്പിൽ വെച്ചു. അഹറോൻ്റെ തളിർത്ത വടിയും അത് തന്നെ. സംഖ്യയുടെ പുസ്തകം 17 നമ്മളത് വായിക്കുന്നുണ്ട്. ഈ അഹറോൻ്റെ തളിർത്ത വടിയും മന്നായും പിന്നീട് വാഗ്ദാന പേടകത്തിനകത്തായിരുന്നിരിക്കാം ചരിത്രത്തിൽ. അതുകൊണ്ടാണ് പിന്നീട് ഹെബ്രായ ലേഖനത്തിൽ അഹറോൻ്റെ തളിർത്ത വടിയും മന്ന ഈ വാഗ്ദാന പേടകത്തിൻ്റെ അകത്തിരിക്കുന്ന 2 കൽപ്പലകളിലുള്ള 10 കൽപ്പനകൾ, ഇതാണ് വാഗ്ദാന പേടകത്തിലുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു വാഗ്ദാന പേടകം വെച്ചിരിക്കുന്ന ഈ ഹോളി ഓഫ് ഹോളീസ്, അപ്പോൾ അതിനെ അവർ ഇസ്രായേൽ ജന കർത്താവിൻ്റെ വാസസ്ഥലം എന്ന് വിളിച്ചു. കർത്താവിൻ്റെ വാസസ്ഥലത്ത് അവർ മുഖം തിരിച്ചു എന്ന് പറയുമ്പോൾ ദൈവ കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതം, ദൈവോന്മുഖ ജീവിതം, ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള പ്രാർത്ഥനകൾ, ബലിയർപ്പണങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അതിൽ തന്നെ ലക്ഷ്യമല്ല, അതൊരു മാർഗം മാത്രമാണ്. ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ, പെസഹാചരണം പോലും, അതിലൂടെ ദൈവവുമായിട്ടുള്ള സുദൃഢമായ ബന്ധം സ്ഥാപിച്ച് അതിൽ വളർന്നു മുന്നേറുക എന്നുള്ളതാണ് ലക്ഷ്യമായിരിക്കുക. പക്ഷേ ദൈവവുമായിട്ടുള്ള ബന്ധവിച്ഛേദനത്തിൻ്റെ ആരംഭം നിമിഷം മുതൽ ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ക്രമങ്ങൾ തെറ്റിത്തുടങ്ങി. അതിനെക്കുറിച്ചാണ് ഹെസ്കിയ പറഞ്ഞത്, ദൈവമായ കർത്താവിൻ്റെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു. ആ മുഖം തിരിച്ചു തുടങ്ങിയ ജനം പിന്നീട് ഇതാ വിഗ്രഹാരാധനയിലും സകല ദുർനടപടികളിലും സകല അന്യദൈവ ആരാധനകളിലും ഒക്കെ മുഴുകി സത്യദൈവത്തെ, ഏകദൈവത്തെ, യഹോവയെ ഉപേക്ഷിച്ചവരായി മാറിയപ്പോൾ പിതാക്കന്മാരുടെ പാപം തുടങ്ങിയിടത്ത് നിന്ന് ഇപ്പോൾ എത്തിച്ചേർന്ന അവസ്ഥ ഹെസ്കിയ രാജാവ് വിവരിക്കുകയാണ്. അവർ കർത്താവിന് പുറം തിരിഞ്ഞു. നമുക്ക് തിരിച്ച് ഈ ഭാഗത്തേക്ക് വരാം. നിങ്ങൾ കർത്താവിന് പുറം തിരിഞ്ഞിരിക്കുന്നതിനാൽ അവിടുന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. മോശയാ പറയുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ദൈവത്തോട് കൂടെയിരിക്കുന്ന മോശയോട് കൂടിയിരിക്കുന്ന ദൈവവും മോശയും ഇങ്ങനെ ഒന്നായിട്ട് പോവുകയാണ്. ആ മോശയും ദൈവം ഒന്നായിട്ട് പോകുമ്പോൾ മോശയിലൂടെ എന്തെല്ലാം ദൈവം വെളിപ്പെടുത്തിയാലും പറഞ്ഞാലും അനുസരിക്കാൻ കടപ്പെട്ടവരാണ് ഇസ്രായേൽ ജനത. മോശയാണ് കാലബിനെയും ജോഷുവായെയും കൂട്ടി ബാക്കി 10 പേരെയും കൂട്ടിയിട്ട് ഈ ദേശം ഒറ്റ നോക്കാനായിട്ട് അങ്ങോട്ട് വിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും മോശയിലൂടെ ഇവർ നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരവിടെ ചെന്നിട്ട് തിരിച്ചു വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് ഇവരുടെ തെറ്റായ റിപ്പോർട്ടാകാൻ പാടില്ല. അവിടെയുള്ള ജനം ശക്തന്മാരാണ്, അത് പറഞ്ഞ് തെറ്റില്ല. ആ ജനം ശക്തന്മാരാണെന്ന് മാത്രമല്ല, അനാക്കിൻ്റെ മല്ലന്മാരായ മനുഷ്യരെ കുറിച്ച് പറഞ്ഞൊന്നും തെറ്റില്ല, അത് സത്യമാണ്. പക്ഷേ തെറ്റെവിടെയാണ് സംഭവിച്ചത്? കോട്ടകളാൽ ചുറ്റപ്പെട്ട വൻ ശക്തിയുള്ള മല്ലന്മാരായ ജനങ്ങൾ വസിക്കുന്ന കാനാൻ ദേശത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല എന്നിവർ പറഞ്ഞെടുത്ത തെറ്റ്. കാരണം ഇവരുടെ കൂടെ ആരാ ഉള്ളതെന്ന് ഇവർക്ക് അവബോധം ഉണ്ടായിരിക്കണം. കാരണം ചെങ്കടൽ തീരത്ത് വെച്ച് ദൈവം അത് കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. കർത്താവിൻ്റെ ബലം അവർ കണ്ടതാണ്. കർത്താവിനെ നിയോഗിക്കപ്പെട്ട പ്രവാചകന മോശയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നവർ കണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാടും വെളിച്ചവും കിട്ടിയ മോശ നിർദ്ദേശിച്ചതനുസരിച്ച് കാനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ ഈ ജനം, ഈ 12 പേര് കർത്താവിൻ്റെ കരബലം കാണാതെയാണ് ഇവർ ജനത്തിൻ്റെ ശരീരബലം കണ്ടത്. കർത്താവിൻ്റെ ശക്തി തിരിച്ചറിയാതെ ദൈവജനം മുഴുവനും വഴിതെറ്റി പോകുന്ന വിധത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത ആ 12 പേരിൽ 10 പേര് ശിക്ഷാർഹരാണ്. അവരാണ് മരിച്ചു വീണത്, മഹാമാരി പിടിച്ച് മരിച്ചു വീണത്. ജോഷുവ കാലബ് ഒഴികെ ബാക്കി എല്ലാവരും. അത് കണ്ടപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഭയമായി.
ഭയം വിശ്വാസത്തിലേക്ക് നയിച്ചില്ല. ഭയം ഒരു നടപടിയിലേക്ക് നയിച്ചു. ദൈവം പറയാണ്ട് തന്നെ, ദൈവനിയോഗമില്ലാതെ തന്നെ അനുസരണക്കേടൻ്റെ സ്വഭാവമുള്ള അവർ മലമുകൾ കയറാൻ തുടങ്ങി, മലയിലേക്ക് കയറാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വിശുദ്ധ നാട്ടിലേക്ക് പോകേണ്ടവർ ദൈവത്തോടുകൂടെ പോകണ്ടേ, അവർ സ്വയം പോകാൻ തുടങ്ങി. അപ്പോഴാണ് മോശ പറഞ്ഞു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ കർത്താവിന് പുറന്നിരിച്ചിരിക്കുക, നിങ്ങൾ ഇതുവരെ ദൈവോന്മുഖരായിട്ടില്ല. ദൈവത്തിന് നേരെ തിരിഞ്ഞ് ദൈവത്തിന് കൃപയാർജിക്കുന്നവരല്ലാതെ നിങ്ങൾ ദൈവത്തിന് പുറംതിരിഞ്ഞിരുന്ന് ഇപ്പോൾ ഈ നടപടി എടുത്തുകൊണ്ട് കാര്യമായില്ല. ഉദാഹരണം, യേശു ഏകരക്ഷകനാണെന്നുള്ള വിശ്വാസമില്ല. യേശു മനുഷ്യപുത്രനായി ലോകത്ത് വന്ന് പാപപരിഹാര ബലി അർപ്പിക്കാമെന്ന് വിശ്വാസമില്ല. യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വാസമില്ല. സഭ യേശുവിൻ്റെ ഭൗതിക ശരീരമാണെന്നോ വിശ്വാസികളുടെ കൂട്ടായ്മ യേശുവിലാണ് വളരുന്നതെന്നോ വിശ്വാസമില്ല. പക്ഷേ ഈ വിശ്വാസം ഇല്ലാത്ത മനുഷ്യൻ എല്ലാ ഞായറാഴ്ചയും പള്ളി പോകും. അയാൾ കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, അയാൾ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്, അയാൾ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായിട്ട് പോലും ഞാൻ കേട്ടു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിഞ്ഞതും ഞാൻ കേട്ടതും നിരീശ്വരവാദിയായ ഒരു മനുഷ്യനിലൂടെയാണ്. അയാൾ പറഞ്ഞു, ഞങ്ങൾ നടത്തുന്ന സ്റ്റഡി ക്ലാസ്സിൽ ഇയാൾ പങ്കെടുക്കാറുണ്ട്, നിങ്ങളുടെ പള്ളിയിലും നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പ്രസംഗിക്കുന്ന ഇയാൾ ഞങ്ങൾ സ്റ്റഡി ക്ലാസ്സിൽ വന്ന് ദൈവം ഇല്ല എന്നുള്ള നിരീശ്വരവാദക്കാരുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അയാളുടെ വിശ്വാസം അവരോട് പറഞ്ഞു, യേശു സമുന്നതനായ നേതാവാണ്, ഗാന്ധിജി പോലെ, എംഗൽസ് പോലെ, ലെനിൻ പോലെ, അതുപോലെ തന്നെ വിപ്ലവകാരികളായ അനേകം നേതാക്കളെ പോലെ ഒരു വിപ്ലവകാരിയാണ് ഈശോ. അതുകൊണ്ട് യേശുവിനെ എനിക്ക് വലിയ സ്നേഹമാണ്. ആ യേശുവിനെ ഞാനിങ്ങനെ മുറുകെ പിടിക്കും. പ്രിയപ്പെട്ടവർ, യേശുവിനെ അയാൾ മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ മുറുകെ പിടിച്ച യേശു യഥാർത്ഥത്തിലുള്ള യേശുവല്ല, അയാളുണ്ടാക്കിയ ഒരു വ്യാജ യേശുവായിരുന്നു. ഇത് തന്നെ ഇസ്രായേൽ ജനത്തിന് പറ്റിയത്. യഹോവയെ അനുസരിക്കുന്നവരാണെങ്കിൽ യഹോവയുടെ പ്രതിനിധിയായ മോശയെ അനുസരിക്കണം. മോശയെ അനുസരിക്കാതെ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ വന്നപ്പോഴേക്ക് മോശയെ സ്വീകരിച്ചു. മോശ പറയുന്നത് സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ ദൈവം കൂടെയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ വിശ്വാസം സുദൃഢമായിരിക്കണം, സത്യവിശ്വാസമായിരിക്കണം, അചഞ്ചല വിശ്വാസമായിരിക്കണം, വിശുദ്ധ ജീവിതം ഉണ്ടാകണം, ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള മാർഗങ്ങളും മാധ്യമങ്ങളൊക്കെ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, അതില്ലാത്ത ജനതയോടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ കയറണ്ട, നിങ്ങൾ മലമുകളിൽ കയറണ്ട, കാരണം ഞാൻ നിങ്ങളോട് കൂടി ഇല്ല. ദൈവം നമ്മോടിന്ന് പറയുന്നു, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തോടു കൂടി ആയിരിക്കണം, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവരായിരിക്കണം, ദൈവത്തിൻ്റെ തിരിഹിതം വെളിപ്പെട്ട് കിട്ടുന്ന സകല മാർഗങ്ങളെ മാധ്യമങ്ങളെ സ്വീകരിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജഡത്തിൻ്റെയും ഈ ലോക ജീവിതത്തിൻ്റെയും കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ചും അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ വ്യാപരിച്ചും പോകുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ വെളിപാടുകളുടെ വെളിച്ചം കിട്ടാത്തവരാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവം കൂടെയുള്ളവരാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിക്കാം. ചടങ്ങുകളിൽ, ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും വ്യാപൃതരാണ്. പക്ഷേ ഹൃദയം കൊണ്ട് ദൈവത്തിന് അകന്നിരിക്കുന്നെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞതുപോലെ നമ്മളോടും പറയും, നിങ്ങളോടുകൂടെ ഞാൻ ഉണ്ടായിരിക്കില്ല, നിങ്ങളെനിക്ക് പുറംതിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങയൊക്കെ പുറംതിരിഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ മുഖം ലോകത്തിന് നേരെ തിരിച്ച്, അങ്ങയുടെ വാസസ്ഥലത്ത് നിന്ന് മുഖം തിരിച്ച്, അങ്ങനെയുള്ള ലഘുപാപങ്ങളുടെ അങ്ങേക്ക് പുറംതിരിയുന്ന മാരകപാപത്തിലേക്ക് അധപതിച്ചു പോയവരാണ് ഞങ്ങളെങ്കിൽ ഞങ്ങളോട് പൊറുക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരെയും കൃപ കൊണ്ട് നിറയ്ക്കണമേ. അനർത്ഥങ്ങളും ദുരന്തങ്ങളും തിന്മകളെല്ലാം ഞങ്ങളെ വിട്ടുപോട്ടെ. ഈശോയെ, ലോകത്തിലെ 720 കോടി ജനങ്ങളെ തിരുമുമ്പിലേക്ക് ഉയർത്തുകയാണിപ്പോൾ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ലോക ജനത അങ്ങേ അറിയട്ടെ, അങ്ങിൽ വിശ്വസിക്കട്ടെ, അങ്ങേ സ്വീകരിക്കട്ടെ, അങ്ങിലൂടെ രക്ഷ പ്രാപിക്കട്ടെ. ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും സകലവിധ തിന്മകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പാപമാലിന്യങ്ങളിൽ നിന്നും മോചിതരാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാ പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ, ബന്ധനം മോചിക്കപ്പെടട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ഊമർ സംസാരിക്കട്ടെ, നാവിന്റെ കെട്ടഴിയട്ടെ, ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ, തലച്ചോറിന്റെ രോഗങ്ങൾ മാറട്ടെ, മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് നിൽക്കുന്ന സൂസൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നത്. എന്താ ജോലി? സൗദിയിൽ ജോലി ചെയ്യുന്ന നേഴ്സ്. സൗദി നേഴ്സാണ്. എന്തായിരുന്നു രോഗം? 2 മുട്ടിനും ഭയങ്കര വേദനയായിരുന്നു. മുട്ട് മടക്കാൻ പറ്റത്തില്ല. തേയ്മാനമായിരുന്നോ? സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. ഓർത്തോപെഡിക് ഡോക്ടറിനെ കണ്ടു. അപ്പൊ നീ സർജറി ചെയ്യും. അപ്പം നീ സർജറി വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ ഓർത്ത് വേണ്ട, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അപ്പൊ അച്ഛന്റെ ടിവിയിലുള്ള ഗുഡ്നസ് ടിവിയിൽ ഞാൻ പ്രസംഗിച്ച രോഗശാന്തി ശുശ്രൂഷ എന്നതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് പൂർണ്ണമായി സുഖമായി. അതിനുശേഷം നീ പെയിൻ ഉണ്ടായിട്ടില്ല. സർജറി നടത്തേണ്ടി വന്നില്ല. എന്നാണ് ഈ സംഭവം ഉണ്ടായത്? ജൂലൈ 14 ഈ കഴിഞ്ഞ വർഷം 2014 ജൂലൈ 14 തീയതി ഗുഡ്നസ് ടിവിയിലൂടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന, അതിനുശേഷം രോഗശാന്തി ആരാധന നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത് സൗദി അറേബ്യയിൽ ഇരുന്ന് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിദൂരത്തിരുന്ന ഈ മകളുടെ ഡോക്ടർമാർ സർജറി വേണമെന്ന്, മുട്ടിന് സർജറി വേണമെന്ന് പറഞ്ഞിരുന്ന ആ രോഗം പൂർണ്ണമായി എടുത്തു മാറ്റി. ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ മുട്ടുകുത്തിക്ക് എഴുന്നേറ്റ് ഇനി ആ സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങിക്കുക. അവിടെ പോയിട്ട് തിരിച്ചു കയറി വന്നേ. അതായത് കർത്താവിൻ്റെ വചനം എവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, അത് ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത ടോക്കും ആരാധനയൊക്കെയാണ്. പക്ഷെ അത് സംപ്രേഷണം ചെയ്യുമ്പോൾ എവിടെ ഇരുന്ന് ആരത് വിശ്വാസത്തോടെ അതിൽ പങ്കെടുക്കുന്നുണ്ടോ, അത് കേൾക്കുന്നുണ്ടോ, അപ്പോഴും സൗഖ്യം ഉണ്ടാവും. ഞങ്ങളുടെ ഇവിടെ ഈ ഡിവൈൻ ഗുഡ്നസ് ടി വി, അതുപോലെ മറ്റ് ക്രൈസ്തവ ചാനലുകൾ, ശാലോ തുടങ്ങിയ ചാനലുകൾ, പ്രസംഗം, ആരാധന, അവയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എവിടെ ഇരുന്ന് പങ്കെടുക്കുമ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ
ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെ രോഗശാന്തി ഉണ്ടാകുന്നു. ആര് വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കും, അതിൽ പങ്കെടുക്കുന്നു, അപ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് അനുഗ്രഹം കിട്ടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സഹോദരിയുടെ പേരെന്താണ്? സൂസൻ. വീട് എവിടെയാ? ചങ്ങനാശ്ശേരി. ഇപ്പോൾ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. വലിയ സൗഖ്യത്തെ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സാക്ഷ്യം നൽകി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവധിയെടുത്ത് ഇതിനു വേണ്ടി തന്നെ കേരളത്തിൽ സൂസൻ വന്നതാണ്. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന മരിയ എന്ന സഹോദരി എവിടെ നിന്ന് വരുന്നു? മലപ്പുറം ജില്ലയിൽ. എവിടുന്ന്? വളാഞ്ചേരി എന്ന് വരുന്നു. 18 വർഷമായിട്ട് എന്തായിരുന്നു അസുഖം? സന്ധിവാതത്തിന്റെ ഫലമായിട്ട്. എവിടെയൊക്കെയായിരുന്നു വേദന? 2 തോളിനും പിന്നെ കാലിന്, കൈക്ക് കുറച്ച് നേരത്തെ അടക്കം തരിപ്പുണ്ടായിരുന്നു. ഈ കുരിശ് വരേണ്ട ടൈമില് എല്ലാം പൂർണ്ണമായി വിട്ടു. കുരിശ് വരച്ച് നമ്മൾ പ്രാർത്ഥിച്ച സമയം വരെ വേദന ഉണ്ടായിരുന്നു. ആ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത്? ഒരു തണുപ്പ് കയറി, ഒരു ശരീരത്തിൽ തണുപ്പ് ഇറങ്ങിയതുപോലെ അനുഭവം ഉണ്ടായി. ആ സമയത്ത് വേദന മാറി, പൂർണ്ണമായിട്ട് വേദന മാറി. മൈക്ക് മാറ്റിക്കേ, കൈ പൊക്കിക്കേ. വേദന ഒന്നുമില്ല. കൈക്ക് തോളിനുള്ള വേദന, മരവിപ്പ് എല്ലാം ഈ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ എന്നുള്ള പ്രാർത്ഥന, കുരിശ് വരച്ച് പ്രാർത്ഥിച്ച നിമിഷം കർത്താവ് അത്ഭുതകരമായി എടുത്തു മാറ്റി. അത്ര ശക്തമാണ് ഈ പ്രാർത്ഥന. ആ പ്രാർത്ഥനയോർത്ത് കൈയടിച്ച് ഈശോയ്ക്കുന്ന എന്ന് പറയും സൗഖ്യമോർത്ത് അവിടുത്തെ മഹത്വപ്പെടുന്ന. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന ഓമന എന്ന സഹോദരി ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽപ്പെട്ട സഹോദരിയാണ്. പത്തനംതിട്ടയിലാണ് വീട്. 2 വർഷമായി ഈ കഴുത്തിൻ്റെ സൈഡിലായിട്ട് ഒരു മുഴ ഉണ്ടെന്ന് മാത്രമല്ല, അതിൽ നിന്ന് അത് പഴുത്ത് അതിൽ നിന്ന് പഴുപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദുർഗന്ധം ഉണ്ടായിരുന്നു. ഈ ധ്യാനത്തിന് വന്ന് കയറുന്നത് വരെ അതുണ്ടായിരുന്നു. ശരിയാണോ? ശരിയായിരുന്നോ? ശരിയാ. അതിനുശേഷം അത് കുറഞ്ഞു വന്ന് ഇപ്പോൾ ആ മുഴ എവിടെ ഉണ്ടോ? ഒരു പാട് മാത്രമുള്ള മുഴ പോയി. പഴുപ്പ് പോയി. ദുർഗന്ധമില്ല, വേദനയില്ല, കഴുത്ത് തിരിക്കാനുള്ള പ്രയാസമൊക്കെ മാറി, എല്ലാം മാറി. ഈ എല്ലാ അടയാളങ്ങളോട് കൂടിയാണ് കർത്താവ് സൗഖ്യം നൽകിയത്. കർത്താവ് അടയാളങ്ങളോടെയാണ് ഇവിടെ അത് സന്ദേശം ഞാൻ വിളിച്ചു പറഞ്ഞത്. കഴുത്തിൻ്റെ സൈഡിൽ ഒരു മുഴയുണ്ട്, വീങ്ങിയിരിക്കുന്നു, അവിടെ വേദനയുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. തലതിരിക്കാൻ പ്രയാസമുള്ള ആളെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ മോനെ കാണിച്ചപ്പം മോൻ പറഞ്ഞു, മമ്മി ആശുപത്രിയിൽ പോകാനുള്ളതിന് മമ്മി പ്രാർത്ഥനയ്ക്ക് പോയി ഇത് കുറയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറയുമെന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു ആശുപത്രി കാണിക്ക്, ഈ രോഗം മാറില്ല, ഇത് പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ മകനോട് ഇവിടെ നിന്നൊരു ധ്യാനം കൂടാൻ പറയുക. അപ്പോൾ അങ്ങനെ ഒരു പ്രേക്ഷിത ദൗത്യമായിട്ട് ഓമന വീട്ടിലേക്ക് പോവുക. ഈ അത്ഭുത സൗഖ്യത്തെ ഓർത്ത് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098 00914802702613. ഫാക്സ് 00914802708097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.